ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ മുംബൈ സ്ട്രീറ്റ് സ്റ്റൈലിലെ വടാപാവ് ആണ്. കാണുമ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വടാപാവ് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് സ്വാദനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ അരിമോദകം നന്നായിട്ട് കൈമേ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും വയറിനുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യാനുസരിച്ച് ആഡ് ചെയ്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. നമ്മൾ ഇതിലോട്ട് പച്ച ചട്നി, ഗ്രീൻ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് ഒരു പിടി നമ്മുടെ മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ഒരു 5-6 ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരൊന്ന് ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചിട്ട് ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടിട്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായിലോട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു വെളുത്തുള്ളിയും ഈ വക എല്ലാത്തിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഈ ഒരു വലുപ്പത്തിൽ കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. തൊണ്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. കിഴങ്ങ് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പീസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചുടച്ച് നല്ലൊരു സോഫ്റ്റ് പരുവം ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കിഴങ്ങ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ ബാറ്റർ എടുക്കാം. അതിലോട്ട് ഒരു പിഞ്ച് സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂണ് നല്ല ചൂട് തിളച്ച എണ്ണയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കടായിൽ ആവശ്യാനുസരിച്ച് ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കടലമാവ് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് എണ്ണയിൽ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബൂന്തി തയ്യാറാക്കുന്നതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഷേപ്പ് ഒന്നും വേണ്ട, ബൂന്തിയുടെ ഷേപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബൂന്തി ഇനി നന്നായിട്ടൊരു ക്രിസ്പി ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ആ ബൂന്തി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ റെസ്റ്റിന് വെച്ചിരിക്കുന്ന കിഴങ്ങും കൊണ്ട് ഒരു കുഞ്ഞു നെല്ലിക്കാട വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയെല്ലാം ബോൾസ് ഇതേ സെയിം രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതേ സെയിം കടായിൽ ആ സെയിം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന വട ബോൾസ് നമുക്ക് നമ്മുടെ കടലമാവിലോട്ട് ഡിപ്പ് ചെയ്ത് ഓയിലിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ ബോൾസ് നമുക്ക് ഓയിലിലോട്ട് ആവുന്ന അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
തിരിച്ചും മറിച്ചും നന്നായിട്ട് നമ്മുടെ വട ഇവിടെ നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളക്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം എരിവ് കുട്ടികളുണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യേണ്ട. ഞാനിവിടെ ഒരു 2 പച്ചമുളക് ഇതുപോലെ നടുവിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കീറിയതിന് ശേഷം ഓയിലിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം ഞാനിവിടെ കൊപ്ര തേങ്ങ, അതായത് ഡ്രൈ കോക്കനട്ട് ആണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്, ഒരു 5-6 പീസസ് നമ്മൾ ആഡ് ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ഒരു 3 വത്തലമുളകും, ഒരു 4 to 5 വെളുത്തുള്ളിയും, ഒരു 2 ടീസ്പൂൺ വെള്ള എള്ളാണ് ആഡ് ചെയ്യുന്നത്. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിവിടെ മിക്സി ജാറിലോട്ട് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയുടെ കുറച്ച് ഭാഗം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യാനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ട് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രഷ് ചെയ്ത് നമ്മുടെ ഒരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ക്രഷ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കോക്കനട്ടിൽ സ്പെഷ്യൽ ചട്നി റെഡിയാക്കിയതിന് ശേഷം ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വടപാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ പാവ് എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ വടപാവിനുള്ളത് പാവ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് പീസ് എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നത് അതനുസരിച്ച് നമ്മുടെ പാവാണ് നമ്മൾ നോർമലി ഇതിന് പറയുന്നത്. അത് ഞാൻ എടുത്ത് റെഡിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചട്നി ഉണ്ട്, കോക്കനട്ട് ചട്നി, ബൂന്തി, നമ്മുടെ വട, പിന്നെ റെഡ് ചട്നി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാട്ടിൻ്റെ റെസിപ്പിയിൽ നമ്മുടെ റെഡ് ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് റെഡ് ചട്നി ഒന്ന് തയ്യാറാക്കിക്കോളൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തേക്കാം. ഇനി നമുക്ക് പാവ് എടുത്തിട്ട് അതിൻ്റെ നടുവിൽ നിന്ന് ഒരു നൈഫ് വെച്ച് ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ചട്നീസ് ആഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് റെഡ് ചട്നി, നല്ല എരിവും പുളിയുള്ള നല്ല സ്വീറ്റുള്ള നമ്മുടെ ഈ ഒരു റെഡ് ചട്നിയാണ് നമ്മൾ പുളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റെഡ് ചട്നി ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് ഗ്രീൻ ചട്നിയും കൂടെ ഇന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആവശ്യമനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബണ്ണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 ബൺ സൈഡിൽ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ടിൻ്റെ ആ ഒരു ചട്നിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് ചട്നി. അതിനുശേഷം നമ്മുടെ ഈ ഒരു വട നമുക്ക് ഇതിൻ്റെ നടുവിൽ പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയും കൂടെ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് കൊച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വടപ്പാവിൻ്റെ പാവ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നമുക്ക് മുംബൈയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡിൽ എങ്ങും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കൂടെ തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. എനിക്കാണെങ്കിൽ വായിൽ വെള്ളം വന്നിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്വീറ്റ് പുളി ഒക്കെയുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നേരം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. Thank you for watching and bye bye.